ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശോഭായാത്രയിൽ ഭാരതമാതാവായിട്ടുണ്ടായിരുന്നു അനുശ്രീ. രാഷ്ട്രീയമൊക്കെ ഉണ്ടോ? BJP കാരിയാണോ? ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. ഇതിൽ ധാരാളം വിമർശനങ്ങൾ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. ഒരുപാട് ആൾക്കാർ അതിനെ ഭയങ്കരമായിട്ട് രാഷ്ട്രീയവൽക്കരിച്ചിട്ട് ഞാൻ ഭയങ്കര സംഖ്യയാണ് എന്ന് പറഞ്ഞിട്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. സംഖ്യയാണ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ സംഖ്യയല്ല. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. അതൊരു മൃദു സംഖ്യയാണ്. അങ്ങനെ ഞാൻ ഒരു രാഷ്ട്രീയത്തെയും എനിക്ക് രാഷ്ട്രീയത്തെ പറ്റി വലിയ ബോധം ഇല്ലാത്ത ആളാണ് ഒന്നാമത്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാനൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും കോൺഗ്രസിന്റെ പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോവും, കമ്മ്യൂണിസ്റ്റിന്റെ പരിപാടിക്ക് വിളിച്ചാലും ഞാൻ പോവും, BJPയുടെ പരിപാടിക്ക് വിളിച്ചാലും ഞാൻ ഫ്രീ ആയിട്ട് പോവും. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. ചോദ്യം ചോദിച്ചപ്പോ അതിന്റെ ചുറ്റുവട്ടത്തുള്ള മറുപടിയാണ് അനുശ്രീ പറയുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം അല്ല, അതാ ഞാൻ തടയരുത്. അതല്ല, രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ? എനിക്ക് രാഷ്ട്രീയമില്ല, അതാ ഞാൻ പറയുന്നത്. എനിക്ക് രാഷ്ട്രീയം അറിയില്ല. ഇതിലെ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ചാലും ഏത് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ഒരു പ്രോഗ്രാമിന് വിളിച്ചാലും ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ പോകും. ഇതിനകത്ത് നിന്നാണ് കിട്ടിയത്. സപ്പോസ് ഞാനൊരു സംഖ്യയാണെന്ന് വെച്ചോളാം, എന്തിനാണ് എന്നെ ശത്രുവായിട്ട് കാണുന്നത്? അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള സംഭവമല്ലേ. 100% ഞാൻ യോജിക്കുന്നു. എന്തായാലും സംഖ്യ എന്ന് വിളിക്കുന്നതിൽ അപമാനമൊന്നുമില്ല. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഒരു പ്രോഗ്രാമിന് പോയപ്പോ കൊടിക്കുന്നിൽ സുരേഷ് സാർ പറഞ്ഞു അനുശ്രീ പണ്ട് മുതലേ ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ്. ഞാനത് സമ്മതിച്ചു കൊടുത്തു. പുള്ളിയുടെ സന്തോഷം, കേൾക്കുന്നവരുടെ സന്തോഷം. അയ്യോ ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്, ഇതല്ല ഇത് കേട്ട് നോക്കണം. അവരുടെ പരിപാടിക്ക് ഒരു പൊതുപരിപാടിക്ക് ഇന്ദിരാഗാന്ധിയുടെ വേഷം വിട്ട് നിൽക്കാനുള്ള അവസരം കിട്ടിയാൽ ഞാൻ പോയി നിൽക്കുമല്ലോ. കിട്ടിയല്ലോ. അല്ല, അത് രണ്ടും വ്യത്യാസമല്ലേ? നിനക്ക് കിട്ടിയതൊന്നും പോരടാ. ഒന്ന് ബാലഗോകുലത്തിന്റെ പരിപാടിയിലാണ് ഈ നിലയിലുള്ള ഒരു വേഷം എടുക്കുന്നത്. അത് ആ നാടുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനത്തെ പരിപാടികളൊന്നും വെക്കുന്നില്ലല്ലോ. ഞാൻ പോയി ഒരുങ്ങാം. കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇങ്ങനത്തെ ഘോഷയാത്ര വെക്കട്ടെ, ഞാൻ പോവാം, എനിക്ക് പ്രശ്നമില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഒരിക്കലും എന്നെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അടുത്ത വട്ടം ഞാൻ ഒരുങ്ങാതിരിക്കില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ പറയാം, അടുത്ത വട്ടവും ഞാൻ ഒരുങ്ങും. അത് ഞാൻ സംഖ്യ ആയതുകൊണ്ടല്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, ഞാനത് ചോദിക്കരുതായിരുന്നു. ഇത് ഒരിക്കലും രാഷ്ട്രീയമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ കൂടുന്ന ശ്രീകൃഷ്ണ കാണുന്ന ഒരു ദിവസം. ഇനി ഈ പ്രശ്നത്തില് ഈ ബ്രോക്കർ വില ഒരു തീരുമാനം പറയാം. ഇന്നത്തോടു കൂടി ഞാൻ ഈ ഫീൽഡ് വിടാം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം.